ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഒരു സെയിൽസ് ടീമിനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അതേപോലെ തന്നെ സെയിൽസിൻ്റെ പ്രൈമറി പർപ്പസിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസിൻ്റെ മറ്റ് പർപ്പസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഐ ആം റബി പറക്കൽ. നമ്മൾ ഈ ചാനലിൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ സൈക്കോളജി നോക്കിക്കൊണ്ട് എങ്ങനെ ബെറ്റർ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഇടാറുള്ളത്. സെയിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസിലായിരിക്കും ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലക്ക് ആദ്യം ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു ബിസിനസ് ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ പ്രൊഡക്റ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിന് ശേഷം ആണ് നമ്മൾ സെയിൽസ് കൂട്ടുക എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ സെയിൽസ് കിട്ടണം എന്ന് നമുക്ക് കോൺഫിഡൻസ് വരുന്ന സമയം തൊട്ട് നമ്മൾ സെയിൽസ് ടീമിനെ സെറ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അത് ഡിലേ ആവാനും പാടില്ല. കുറേ നേരത്തെ നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ ചെയ്യണം എന്നുള്ളതില്ല. ഇത് നമ്മളൊരു മിനി അല്ലെങ്കിൽ മൈക്രോ അല്ലെങ്കിൽ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ കേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് ഇനി സെയിൽസ് കൂട്ടണം എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ബിസിനസ് ബിൽഡിങ്ങിൽ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് ടീമിനെ സെറ്റാക്കി കൊണ്ടുവരണം. നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സെയിൽസ് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ചിന്തിക്കുമ്പോൾ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റിങ്ങിൻ്റെ മുന്നേ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് സെയിൽസ് എന്നുള്ളത്. സെയിൽസ് എങ്ങനെ ആയിരിക്കണം, ഒരു പുതിയ നമ്മളേറ്റവും യാതൊരു പരിചയത്തിലും അല്ലാത്ത ഒരു ക്ലയൻറ്റൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻക്വയറി ആയിട്ട് വരുന്നുണ്ടാവും. അതുവരെ റെഫറലിലൂടെയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, കുറച്ചും കൂടെ പരിചയമുള്ള ക്ലയൻസൊക്കെ ആയിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ഇനീഷ്യലി എപ്പോൾ തുടങ്ങണം എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തത് എന്താണ് ആക്ച്വലി മറ്റ് പർപ്പസുകൾ എന്തൊക്കെയാണ് ബിസിനസ്സിൽ എന്നുള്ളതാണ്. പൊതുവേ നമുക്കറിയാം, പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വരുന്ന ലീഡ്സിനെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യുക, അഥവാ നമ്മുടെ അടുത്ത് നിന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രൈമറി ആയിട്ടുള്ള പർപ്പസ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറെ പർപ്പസുകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും അതേപോലെ തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള, അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കൊടുക്കുന്നത് സെയിൽസാണ്. കാരണം കസ്റ്റമേഴ്സ് കറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നത് സെയിൽസ് ടീമുമായിട്ടായിരിക്കും. സെയിൽസ് ടീമിൻ്റെ പർപ്പസാണ് ശരിക്കും ആ കസ്റ്റമേഴ്സിനായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ബ്രാൻഡിങ് ഒക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ ഒരു കോൺവെർസേഷനിലാണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ തൊട്ടറിയുന്നത് ശരിക്കും സെയിൽസ് ടീമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റിംഗ് ടീം ഇപ്പം നിലവിൽ അവരുടെ ബിസിനസ്സിനെയും അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെയും സർവീസിനൊക്കെ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ ഓഫർ എന്ന് വിളിക്കും. നമ്മൾ 50% ഓഫർ ആ ഒരു ലെവലിലല്ല, നമ്മളൊരു എന്താ പറയുക, സൊല്യൂഷൻ അവരുടെ മുമ്പിൽ ഓഫർ ചെയ്യാണ്. ദ ഓഫർ ദ ക്യാൻ റെഫ്യൂസ് എന്നുള്ള ലെവലിലാവുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഓഫറിൽ, ആ പ്രസൻറ്റേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ സെയിൽസ് ടീമിനായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഫുള്ളി പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതല്ല, ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫോളോ അപ്പ് ഫീഡ്ബാക്ക് ലൂപ്പ് മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കുന്നുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യും, ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ കസ്റ്റമർ ഏറ്റവും ഡീൽ ചെയ്യുന്ന സമയത്താണ് കൃത്യമായിട്ട് അവർ നമ്മളെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. നമ്മളൊരു എക്സ്പെക്റ്റേഷനിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റും സർവീസൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അത് കസ്റ്റമറാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ മുമ്പിലാണ് നമ്മൾ സെർവ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡാറ്റ പോയിന്റുകളാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇവിടെ ഓപ്പറേഷൻസിൽ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് പോലെ പോകണം എന്നുള്ളതാണ്. ഈ രണ്ട് സിഗ്നൽസ് നമ്മുടെ ബിസിനസ്സിൽ ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ബെറ്റർ ബിസിനസ്സായിട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഈ കസ്റ്റമർ കുറച്ച് ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഹാൻഡിൽ ചെയ്യണം. കൃത്യമായിട്ട് സെയിലിന് ശേഷം അല്ലെങ്കിൽ പർച്ചേസിന് ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പോലെ പറഞ്ഞാണ്, എന്താണ് കസ്റ്റമർ ആ ഒരു സെയിൽസ് പ്രൊസീജിയറിൽ ചിന്തിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ പോയിന്റ്സുകൾ ഓപ്പറേഷൻസിൽ കൊടുക്കണം. അപ്പോൾ അവിടെയുള്ള R&D ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ആ ഒരു ഡാറ്റ പോയിന്റ് ബേസ് ചെയ്തിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്പ്രൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ് ആണ് അതിൻ്റെ ഒരു കേന്ദ്ര ഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ സെയിൽസിൻ്റെ പ്രൈമറി ആയിട്ടുള്ള പർപ്പസിൻ്റെ അപ്പുറത്തേക്ക് ബിസിനസ്സിന് ഇത്തരം പർപ്പസുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ സിഗ്നൽസിനെ കുറിച്ച് നമ്മൾ അറിയുക. ഈ സിഗ്നൽസ് നമ്മളുടെ ബിസിനസ്സിൽ ഒരു സെയിൽസ് സ്റ്റാഫിനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വളർത്തുന്ന സമയത്ത് ഇത്തരം ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സുകൾ, ഡാറ്റ ഷെയറിങ്ങുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം.